ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ബാലിയെ വധിച്ച പ്രത്യുപകാരമായിട്ട് സീതയെ അന്വേഷിക്കാൻ വാനരസേനയെ അയക്കണമെന്ന് സുഗ്രീവൻ ഹനുമാനോട് ആജ്ഞാപിച്ചു. ഉടമയൊടും അസുരപുരി കനിബിനോട് ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃത സമസലിലയുധവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധോ ദിക്മാല മന്ദിരോ ധികൃതമായി വരും. കനകമണിരചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞു പിന്നെയോ നീളെ നോക്കും വിധോ കുസുമചയ സുരഭിയൊടു പവന നദിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ഉപവനവും ഒരു തരു പ്രവരങ്ങളും ഉന്നതമായുള്ള സിംസിപാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തണ്ടയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായത്രയോ ഭയവിവശമവനിയിലുരുണ്ടു സദാകൃതി. ഭർത്താവ് തന്നെ നിനച്ചു നിനച്ചലം നയനജലം അനവരതം ഒഴുകി ഒഴുകി പതിനാമത്തെ രാമരാവേദി ജപിക്കയൂ. നിശിചരികൾ നടുവിലഴലോടു മരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. വിടപിവര ശിരസിനെ വിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ട് മറഞ്ഞിരുന്നിടിനാ. ദിവസകര കുലപതിന്റെ ഹൂത്തമൻ തന്നുടെ ദേവിയാ സീതയെ കണ്ട് കബീവരൻ കമലമകളഖില ജഗദീശ്വര തന്നുടൽ കണ്ടേൻ. കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം. ദിവസകര കുലപതിരഹൂത്തമൻ കാര്യവും ദീനതയെന്നിയേ സാധിച്ചതിന്നു ഞാൻ. ഉദയസൂര്യന്റെ ശോഭയോടുകൂടിയ ലങ്കാപുരിയിലൊക്കെ അന്വേഷിച്ചിട്ടും സീതയെ കണ്ടില്ല. രത്നഖചിതമായ സ്വർണമയമായ രാവണ രാജധാനി മുഴുവൻ തിരഞ്ഞു. അപ്പോഴാണ് ലങ്കാദേവിയുടെ വാക്കുകൾ ഓർത്തത്. അവരുടനെ ഉദ്യാനത്തിലേക്ക് തിരിച്ചു. അമൃതിന് സമാനമായ ജലം നിറഞ്ഞ തടാകവും ഉയരമുള്ള ഹർമ്മ്യങ്ങളും ഗോപുരങ്ങളും രാവണ സഹോദരന്മാരുടെയും പുത്രന്മാരുടെയും മന്ത്രിമാരുടെയും സേനാ നായകന്മാരുടെയും ഒക്കെ ഭവനങ്ങളും കോട്ട കൊടിമരം എന്നിവയുമെല്ലാമുള്ള രാജധാനി അമരാപുരിയേക്കാൾ ശോഭനമാണ്. അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് സീതയെ കാണാഞ്ഞ് ദുഃഖിച്ചിരിക്കുമ്പോൾ സുഗന്ധവാഹിയായ പവനൻ പതുക്കെ തലോടിയിട്ട് ഉദ്യാനത്തിലിരിക്കുന്ന സീതയെ പുത്രന് കട്ടിക്കൊടുത്തു. ഹനുമാന് കട്ടിക്കൊടുത്തു. മലിനമായ കേശത്തോടു കൂടിയ മെലിഞ്ഞ സീത രാക്ഷസികൾക്കിടയിൽ രാമനെ വിളിച്ച് നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കുന്നത് വൃക്ഷത്തിന് മുകളിലിരുന്ന് ഇലകൾക്കിടയിലൂടെ ഹനുമാൻ കണ്ടു. സീതാദേവിയുടെ തിരുവുടൽ കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി. രാമന്റെ കാര്യം സാധിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് ഹനുമാൻ സന്തോഷിക്കുകയും ചെയ്തു. ഹനുമാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ രാവണൻ നടന്നു വരുന്നത് കാണുന്നു. രാവണൻ പലതും പറഞ്ഞ് സീതയെ അനുനയിപ്പിക്കുവാൻ നോക്കുന്നു. സീത കോപിച്ച് രാവണനോട് കയർത്ത് സംസാരിക്കുകയാണ്. നീ ആരുമറിയാതെ എന്നെ തട്ടിയെടുത്തതല്ലേ?
നിന്റെ കർമ്മത്തിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കും. അസ്ത്രം പ്രയോഗിച്ച് ശ്രീരാമൻ നിന്റെ ലങ്ക മുഴുവൻ തകർത്തു കളയും. ഈ ശ്രീരാമൻ്റെ ജന്മം തന്നെ രാവണ നിഗ്രഹത്തിനു വേണ്ടിയാണ്. നിന്നെയും കൊന്ന് എന്നെ ശ്രീരാമൻ തിരിച്ചു കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ സീത രാവണനോട് സംസാരിക്കുകയാണ്. സീതയുടെ വാക്കുകൾ കേട്ട് രാവണൻ വാളെടുത്തു. പക്ഷേ മണ്ഡോദരി കരുണയോടെ രാവണനെ അടക്കി. സീത രാമനെ ഓർത്ത് കണ്ണീരൊഴുക്കി. ഹനുമാൻ സീതയുടെ അടുക്കൽ ചെന്ന് ഉണ്ടായ കഥകളെല്ലാം ഒന്നുപോലും വിടാതെ പറയുകയാണ്. അപ്പോൾ രാമൻ്റെ പേരെഴുതിയ ഒരു മോതിരം സീതയ്ക്ക് നൽകി തൊഴുത് പിൻവാങ്ങി. സീത മോതിരത്തെ ശ്രീരാമനെ എന്ന പോലെ മാറോട് ചേർത്തു. ചെറുതകലയൊരു വിടപി ശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സേജിതശ്രമം. പരപുരയിൽ ഒരു നൃപതി കാര്യാർത്ഥമായതീ പാടവമുള്ളൊരു ദൂതും നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചത സ്വസ്വാമി കാര്യത്തിനന്തരമെണ്ണിയെ നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചര കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയും ഇത് സുദൃഢമിതി ചിന്ത ചെയ്ത രാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമദള ഫല സഹിത ഗുൽമ വല്ലി തരുകൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ ജനനി വക ഭയ ജനനനാദ ഭേദങ്ങളോ ജംഗമ ജാതികളായ പതത്രികൾ അതിഭയമൊടകില ദിശി ദിവികളു പറന്നുടൻ ആകാശമൊക്കെ പറന്നൊരു ശബ്ദവും രജനി ചരപുരി ചടുതി കീഴ്മേൽ മറിച്ചിത് രാമദൂതൻ മഹാവീര്യ പരാക്രമ. ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കപിവീരനെ കാണായി. ഹനുമാൻ തൻ്റെ വരവ് രാവണനെ കൂടി അറിയിക്കണമെന്ന് നനച്ചിട്ട് ശിംശിപാവൃക്ഷം ഒഴിച്ച് ബാക്കി എല്ലാ വൃക്ഷങ്ങളെയും ഒടിച്ച് നശിപ്പിച്ചു. ജനങ്ങളും പക്ഷിമൃഗാദികളും പേടിച്ചരണ്ടു. രാക്ഷസന്മാരൊക്കെ ഉണർന്നു. അവര് ഈ കോലാഹലമൊക്കെ കണ്ട് കപിവര്യനെ കണ്ട് പകച്ചു നിന്നു. ശ്രീരാമചന്ദ്ര കൃപാലോ ഭജമന ഹരണഭാവ ഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപാദ കഞ്ചാരുണം ശ്രീരാം ശ്രീ